അതിനപ്പുറത്ത് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. ഇതെന്താ സംഭവം അറിയോ? ആദ്യമായിട്ട് ജയിക്കുന്നവന്റെ ഒരു ജലസ്ഥല വിഭ്രാന്തിയാണ്. പിന്നീട് ഇത് മാറിക്കോളും. ജയിച്ച് MLA ആയതല്ലേ, ജനകീയ വിഷയത്തെ കുറിച്ചെങ്കിലും സംസാരിക്കുകയേ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കുത്തിത്തിരിപ്പ് പറയാതെയും ഈ വർഗീയത പറയാതെയും വായ്മൂടിയിട്ട് മര്യാദയ്ക്കിരുന്നെങ്കിൽ 2031 ഒന്നോ രണ്ടോ MLA കൂടി BJPക്ക് ഉണ്ടാകും. അതല്ലെങ്കിൽ വീണ്ടും വട്ടപൂജ്യത്തിൽ വന്ന് നിൽക്കേണ്ടി വരും. എപ്പോഴോ ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴെപ്പോഴും ഈ ചക്ക മുയലിന്റെ മേലെ വീണമെന്നില്ല. അത് ഓർക്കണത് നല്ലതാ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതാണ്ട് 3 ദിവസം എടുത്തു വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. കേരളത്തിൽ മുൻകാലങ്ങളിലെ സർക്കാരുകളോ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വൈകുന്നേരം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ശൈലി. എന്നിട്ടിപ്പോൾ എന്താ കാര്യം? കള്ള വോട്ട് കൊണ്ട് ഇന്ത്യ രാജ്യം നിരന്തരം എങ്ങനെ ഭരിക്കാമെന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക, വർഗീയത ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക, പള്ളി പൊളിക്കുന്നു, ബുൾഡോസർ വെച്ച് വീടുകളെ പൊളിക്കുന്നു, നാട്ടിൽ ജോലിയില്ലായ്മ, നാട്ടിലുള്ള പൊതുമുതൽ മുഴുവൻ അംബാനിക്കും അദാനിക്കും വിൽക്കുന്നു, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വലിയ ഹൈപ്പൊന്നും കൊടുക്കണ്ട.